PV അൻവർ ഉന്നയിച്ച പരാതികളും ആരോപണങ്ങളും ADGP MR അജിത് കുമാറിന്റെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. സാധാരണ തല ഉയർത്തി തലസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്ത് വരാറുള്ള അജിത് കുമാർ ഈ പകലെത്തിയത് ഒരു കുറ്റാരോപിതനെ പോലെയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 4 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ്, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, സ്വർണ്ണക്കടത്ത്, റിദ്വാൻ വാസിൽ വധം, മാമി തിരോധാന കേസ് തുടങ്ങിയ ആരോപണങ്ങളിലാണ് അജിത് കുമാറിന്റെ മൊഴിയെടുത്തത്. ഇതെല്ലാം പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. അജിത് കുമാറിനെതിരായ സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിനും സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തിട്ടുണ്ട്. PV അൻവർ MLA നൽകിയ പരാതികൾ, സമീപകാലത്ത് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴി അതിവേഗത്തിൽ രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് രാവിലെ 10:30 പോലീസ് ആസ്ഥാനത്ത് ഹാജരാകണമെന്ന് അജിത് കുമാറിന് നിർദ്ദേശം നൽകി. 10 മണിയോടെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് എത്തി. തുടർന്ന് അജിത് കുമാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പറഞ്ഞ സമയത്തിനും 3/4 മണിക്കൂർ വൈകി. 11:15 ആയപ്പോൾ അജിത് കുമാർ എത്തി. 11:30 മൊഴിയെടുപ്പ് തുടങ്ങി. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് ആസ്ഥാനത്ത് വെച്ച് 4 മണിക്കൂർ നേരം നീണ്ട മൊഴിയെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. 3:30 മൊഴിയെടുപ്പ് അവസാനിച്ചു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത്, റിദ്വാൻ വധം, മാമി തിരോധാന കേസ്, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി തുടങ്ങി PV അൻവർ നൽകിയ പരാതികളിലാണ് അജിത് കുമാറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. ഇതിനിടെ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിനും സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തു. കവടിയാറിലെ ആഡംബര വീടിന്റെ നിർമ്മാണമടക്കം പരിശോധിക്കണമെന്നായിരുന്നു അൻവറിന്റെ പരാതി. ശുപാർശ വിജിലൻസ് മേധാവിക്ക് കൈമാറുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.